ഓക്കെ, വർക്ക് ടൈം മെൻ ആയിട്ട് പ്രീവിയസ് ഇയറിൽ PSCയിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊരു പ്രീവിയസ് ഇയർ കേരള PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Raju will complete a job in 20 days, whereas Rani will do in 15 days. Sahil can finish it in 12 days if they jointly work for 2 days. And after Raju alone carries on that work, how many days more will be required for Raju to complete it? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജു ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കുന്നു, റാണി സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 15 ഡേയ്സ് ആണ്, സാഹിലിന് 12 ഡേയ്സ് മതി. അവർ 3 പേരും ആ ഒരു ജോലി 2 ദിവസം ഒന്നിച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ജോലി രാജു ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എങ്കിൽ രാജുവിന് എത്ര ദിവസം വേണം അത് കംപ്ലീറ്റ് ആക്കാൻ? ഇവിടെ രാജു എടുക്കുന്നത് 20 ഡേയ്സ് ആണ്. അപ്പോൾ പെർ ഡേ രാജു ആ ഒരു ജോലിയുടെ 1/20 കംപ്ലീറ്റ് ചെയ്യും. സെയിം റാണി എടുക്കുന്നത് 15 ഡേയ്സ് ആണ്. അപ്പോൾ റാണി ആ ഒരു ജോലിയുടെ 1/15 പാർട്ട് കംപ്ലീറ്റ് ചെയ്യും. സാഹിൽ എടുക്കുന്നത് 12 ഡേയ്സ് ആണ്. അപ്പോൾ സാഹിൽ ആ ഒരു ജോലിയുടെ 1/12 പാർട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമുക്ക് ടോട്ടൽ യൂണിറ്റ് കണ്ടുപിടിക്കാൻ, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു 3 ആൾക്കാരുടെ എഫിഷ്യൻസിയുടെ LCM കണ്ടാൽ മതി. LCM ഓഫ് 20, 15, 12 ആണ് ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് 60 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി രാജു ഒരു ദിവസം എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് കാണാൻ രാജു ഒരു ദിവസം എടുക്കുന്ന വർക്ക് ഇൻറ്റു ടോട്ടൽ വർക്ക്, ദാറ്റ് ഈസ് 3 യൂണിറ്റ് ആണ് രാജു ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി റാണിയുടെ കാണാൻ, റാണിയുടെ ഒരു ദിവസത്തത് 1/15 ആണ് ഇൻറ്റു ടോട്ടൽ യൂണിറ്റ് ഈക്വൽ ടു 4 യൂണിറ്റ് ആണ്. ഇനി സാഹിലിൻ്റെത് 1/12 ഇൻറ്റു 60 ദാറ്റ്സ് ഈക്വൽ ടു 5 യൂണിറ്റ് ആണ്. അപ്പോൾ 3 പേരും, രാജുവും റാണിയും സാഹിലും ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് രാജു പ്ലസ് റാണി പ്ലസ് സാഹിൽ, അവർ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് 3 + 4 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 12 യൂണിറ്റ് ആണ്. അപ്പോൾ അവർ 3 പേരും 2 ദിവസമാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ദേ വർക്ക് ടുഗദർ 2 ഡേയ്സ് അല്ലേ, 2 ഡേയ്സ് ആണ് അവർ 2 പേരും വർക്ക് ചെയ്തത്. അപ്പോൾ അവർ 3 പേരും ഒന്നിച്ച് വർക്ക് ചെയ്തത്. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 12 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 24 യൂണിറ്റ് ആണ് അവർ 2 ദിവസം 3 പേരും കൂടി കംപ്ലീറ്റ് ചെയ്തത്. ബാക്കി വരുന്നത് രാജു ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ യൂണിറ്റ്, അപ്പോൾ രാജു ചെയ്തത് എത്രയാണ്? രാജു ടോട്ടൽ യൂണിറ്റ് 60 ആണ്. 60 - 24 അത് രാജു അലോൺ ചെയ്തതാണ്. രാജു അലോൺ ക്യാരി ചെയ്ത വർക്കാണ്. അപ്പോൾ രാജു അലോൺ ക്യാരി ചെയ്തത് 36 യൂണിറ്റ് ആണ് അല്ലേ? രാജു അലോൺ ചെയ്തത് 36 യൂണിറ്റ് ആണ്. രാജു പെർ ഡേ ചെയ്യുന്നത് എത്രയാ? രാജു പെർ ഡേ ചെയ്യുന്നത് 3 യൂണിറ്റ് ആണ്. അപ്പോൾ 36 യൂണിറ്റ് വർക്ക് ചെയ്യാൻ രാജുവിന് എത്ര ദിവസം വേണ്ടി വരും? 36/3 ആണ്. ദാറ്റ് മീൻസ് 12 ഡേയ്സ് ആണ് രാജുവിന് 36 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 12 ആണ്. 12 ഡേയ്സ് കൊണ്ടാണ് രാജു ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B complete a work in 12 days and 18 days respectively. They work together for 6 days. Then A leaves and B complete the work. Total wages is
$3,600. Find the difference between the wages of A and B. ഇവിടെ എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ഡേയ്സ് എടുക്കുന്നു, ബി സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 18 ഡേയ്സ് എടുക്കുന്നു. അവർ രണ്ട് പേരും 6 ദിവസം ഒരുമിച്ച് ആ ഒരു വർക്ക് ചെയ്തു. അതിനുശേഷം എ ലീവ് ചെയ്തു, ബാക്കി വരുന്ന വർക്ക് ബി ഒറ്റയ്ക്കാണ് ചെയ്തത്. അവർക്ക് കിട്ടിയ ടോട്ടൽ വേജസ് എന്ന് പറയുന്നത് 3,600 ആണ്. അവരുടെ വേജസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 12 ഡേയ്സ് ആണ്, ബി എടുക്കുന്നത് 18 ഡേയ്സ് ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് LCM ഓഫ് 12 ആൻഡ് 18 ആയിരിക്കും. അത് 36 ആണ്. LCM കാണാൻ നമുക്കൊക്കെ അറിയാം. അപ്പോൾ 36 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവർ രണ്ട് പേരും 6 ഡേയ്സ് ആണ് വർക്ക് ഒന്നിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം എ എത്ര യൂണിറ്റ് വർക്ക് ചെയ്തു എന്ന് കാണണം. അപ്പോൾ വർക്ക് ഡൺ ബൈ എ ഇൻ എ ഡേ അത് കാണണമെങ്കിൽ 1/12 ഇൻറ്റു ടോട്ടൽ വർക്ക് 36 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 യൂണിറ്റ്. എ ഒരു ദിവസം എടുക്കുന്നത് 3 യൂണിറ്റ് ആണ്. സെയിം വേയിൽ ബിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബി എടുക്കുന്നത് 1/18 ഇൻറ്റു ടോട്ടൽ വർക്ക് 36 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ്. അപ്പോൾ എ 6 ഡേയ്സിൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഒരു ദിവസം 3 ആണെങ്കിൽ വർക്ക് ഡൺ ബൈ എ ഇൻ 6 ഡേയ്സ് എത്രയായിരിക്കും? 6 ഡേയ്സിൽ 3 ഇൻറ്റു 6 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 18 യൂണിറ്റ് ആണ് എ 6 ഡേയ്സിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത്. സെയിം വേയിൽ നമ്മൾ ബിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബി ഒരു ദിവസം എടുത്തത് 2 യൂണിറ്റ് ആണ്. അപ്പോൾ 6 ഡേയ്സിൽ എടുക്കുന്നത് 6 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 12 യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ 6 ദിവസം കൊണ്ട് ടോട്ടൽ എത്ര വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും? എ 18 യൂണിറ്റ് എടുത്തു, ബി 12 യൂണിറ്റും എടുത്തു. അപ്പോൾ ടോട്ടൽ വർക്ക് വർക്ക് ഡൺ ബൈ എ ആൻഡ് ബി ഇൻ 6 ഡേയ്സ് എത്രയായിരിക്കും? 18 + 12 ആണ് അല്ലേ? 18 + 12 വിച്ച് ഈസ് ഈക്വൽ ടു 30 യൂണിറ്റ് ആണ്. അപ്പോൾ 30 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് എത്ര യൂണിറ്റ് ആണ് ബാക്കിയുള്ളത്? ടോട്ടൽ 36 ആണുള്ളത്. അതിൽ 30 യൂണിറ്റ് 6 ദിവസം കൊണ്ട് 2 പേരും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് വരുന്ന 6 യൂണിറ്റ് ഉണ്ടല്ലോ, അത് ആരാണ് ചെയ്തത്? അത് ചെയ്തത് ബി അലോണാണ്. ബി ഒറ്റയ്ക്ക് ചെയ്ത വർക്കാണത്. അപ്പോൾ അതും ഈ 6 യൂണിറ്റും ആദ്യം ചെയ്ത 12 യൂണിറ്റും. അപ്പോൾ ബി ചെയ്ത ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 12 + 6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 18 യൂണിറ്റ് ആണ് ബി ചെയ്തത്. ഇവിടെ ബി 18 യൂണിറ്റ് ചെയ്തു, എ എത്ര ചെയ്തു? എയും ചെയ്തത് 18 യൂണിറ്റ് ആണ്. അപ്പോൾ 2 പേരും ചെയ്തത് 18 യൂണിറ്റ് വർക്കാണ്. അപ്പോൾ അവർ തമ്മിലുള്ള വേജസിലൊരു ഡിഫറൻസ് ഇല്ല. അപ്പോൾ അവിടെ ആൻസർ വരിക വേജസിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ബി 0 ആണ്. 0 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ വേജസ്. ദെയർ വേജസ് എത്ര വരിക? വേജസ് ഈക്വൽ ടു 0 ആണ്. 0 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ.